ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. വീണ്ടും ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോസ് ഡെയിലി ചെയ്യാത്തതുകൊണ്ട് ചാനൽ ഒന്നും കയറുന്നില്ല. പക്ഷേ ഡെയിലി ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. വെറുതെ ഓഫീസിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ റോഡ് പണി നടക്കുകയാണല്ലോ. ഈ റോഡ് പണിനെ കുറിച്ച് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഡെയിലി ഇങ്ങനെ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ റോഡ്. ഓരോ ദിവസം ജോലിക്ക് പോണ സമയത്തും എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും, നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റോഡ് പണിയെടുക്കുന്ന ഓരോ വർക്കേഴ്സിനും നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കേട്ടോ. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. ആ ചൂടത്ത് ആ വെയിലത്ത് അവരൊന്ന് പണിയെടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. ഒരുപാട് നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അവരൊക്കെ മനുഷ്യന്മാരല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അത്ര രീതിയിലാണ് അവർ വെയിലും കൊണ്ട് പണിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇതൊരു കുന്ന് പോലെ ആയിരുന്നു കേട്ടോ. ആ കുന്നൊക്കെ പൊട്ടിച്ച് പാറൊക്കെ പൊട്ടിച്ച് മണ്ണൊക്കെ മാന്തി ഇതാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന റോഡ് ഇതിലൂടെയാണ് ഇങ്ങനെ കടന്നു വരുന്നത്. ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേട്ടോ എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാവുക. നല്ലൊരു വികസനമാണ്. എങ്കിലും ഈ കുന്നും മലയും ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമാണ് കേട്ടോ. അത് ഭയങ്കര വിഷമമാണ്. പക്ഷേ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കണമല്ലോ നമ്മുടെ നാട്ടിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ റോഡ് പണി കാരണം ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയാണ്, രണ്ട് സൈഡിലുള്ള റോഡിലൂടെയാണ്, ഒരു സൈഡിലൂടെ അങ്ങോട്ടും മറ്റേ സൈഡിലൂടെ ഇങ്ങോട്ടും അതേ രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡിലുള്ള ആളുകൾക്ക് അപ്പുറത്തെ സൈഡിലേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് വർക്ക് തീരട്ടെ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉഷാറാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മുടെ സിൽവാൻ്റെ ലൈറ്റ്, അതേ സിൽവാൻ ഗ്രാനൈറ്റ് അതിൻ്റെ ഷോറൂമാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ സിൽവാൻ്റെ ടൈലിൻ്റെ ഗാലറി ഉള്ളത് കേട്ടോ. ഇതൊക്കെ റോഡ് പണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. എപ്പോഴും അവിടെ വർക്കേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര ഒരു കിടങ്ങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഒരുപാട് വികസനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരട്ടെ. ഇപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാലിക്കറ്റ് ആയാലും തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് യാത്രേൻ്റെ സമയം ചുരുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണല്ലോ വികസനങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടൻറ്റുകൾ ഇതും ആളുകൾക്ക് ആവശ്യമുള്ള ഇതൊക്കെ പുറത്തൊക്കെ ഉള്ള ആളുകൾക്ക് കാണാൻ കഴിയില്ലല്ലോ. അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ റോഡിൻ്റെ വികസിച്ച് വരുമ്പോൾ അത് മുന്നേ നടന്നിരുന്ന ഒരു സ്റ്റേജൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കഞ്ഞിപ്പുര അങ്ങാടിയാണ്. ഇവിടെ ഒരു അങ്ങാടി ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്രയും അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേട്ടോ കിടക്കുന്നത്. റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ വെട്ടിച്ചിറക്കെ എന്തൊക്കെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് റോഡ് വർക്ക്. ഇതുവരെയൊക്കെയാണ് എത്തി നിൽക്കുന്നത്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്നത്തെ വീഡിയോയും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റൊരു ഭാഗം കൂടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ വളാഞ്ചേരി കൊട്ടാരത്ത് നമ്മുടെ ഊണിയപാലത്ത് നിന്ന് ഇങ്ങോട്ട് പാടത്ത് കൂടെ ഒരു പാലമാണ് ഇങ്ങോട്ട് വരുന്നത്. ആ പാലം ഇതുവരെ ഇത്ര എത്തിയിട്ടുണ്ട് കേട്ടോ പാലത്തിൻ്റെ വർക്ക്. അതും കൂടെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലം അതിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് വളാഞ്ചേരി ടൗണ് ടച്ച് ചെയ്യാതെയാണ് കേട്ടോ ഇവിടെ വന്ന് കയറുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോസ് ഡെയിലി ഇടാത്തതുകൊണ്ട് ചാനലിൽ ഒരു മാറ്റമില്ല. പക്ഷേ ഞാൻ ഒരു ഒഴിവ് ഒന്നും ഇല്ലാതിരിക്കുന്നൊരു സമയത്ത് എനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷമൊക്കെ തരും. എനിക്ക് ഒരു റിലാക്സ് തരുമൊക്കെ ചെയ്തതാണ് ഈ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും പറയുന്ന സംഭവം. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് വിടാനും വയ്യ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശരി, ടാറ്റ.